ആപ്പിൾ കമ്പനിയുടെ നിർമ്മാതാക്കളുടെ പേര് പറയാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ഓർമ്മ വരുന്ന ഒരു പേരാണ് സ്റ്റീവ് ജോബ്സ്. എന്നാൽ ഈ കമ്പനിയുടെ വിജയത്തിന്റെ കാരണം അദ്ദേഹം മാത്രമായിരുന്നില്ല. സ്റ്റീവ് ജോബ്സ് 1976 സ്റ്റീവ് വൊസ്നിയാക്, റൊണാൾഡ് വെയ്ൻ എന്നിവരോടൊപ്പം ചേർന്നാണ് ആപ്പിൾ കമ്പനി ആരംഭിച്ചത്. ആപ്പിൾ കമ്പനി ആദ്യമായി നിർമ്മിച്ച കമ്പ്യൂട്ടറാണ് ആപ്പിൾ വൺ. സ്റ്റീവ് വൊസ്നിയാക് ആണ് ഈ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തത്. അതായത് ആപ്പിൾ കമ്പനി ആരംഭിക്കുന്നത് ഏറ്റവും വലിയ പങ്കുവഹിച്ച വ്യക്തി തന്നെയാണ് അദ്ദേഹം. എന്നിട്ടും ലോകം ഇന്നും അറിയപ്പെടുന്നത് സ്റ്റീവ് ജോബ്സിനെ മാത്രമാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. സ്റ്റീവ് വോസ്നിയാക് ഒരു ഇൻട്രോവേർട്ടും ഷൈയുമായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ടെക്നോളജിയിൽ താല്പര്യവും അറിവും ഉണ്ടായിരുന്നു. എന്നാൽ കാര്യങ്ങൾ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനും പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നതിലും അത്ര മിടുക്കുള്ള ആളായിരുന്നില്ല അദ്ദേഹം. എന്നാൽ സ്റ്റീവ് ജോബ്സ് ടെക്നോളജിയെ പറ്റിയുള്ള അറിവ് കുറവായിരുന്നെങ്കിലും അദ്ദേഹം കാര്യങ്ങൾ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നതിൽ മിടുക്കനായിരുന്നു. അദ്ദേഹത്തിന്റെ തുറന്ന സംവാദങ്ങളിലൂടെ ലോകം അദ്ദേഹത്തെ അറിയുകയും ചെയ്തു. അതായത് ജീവിതത്തിൽ എന്തെങ്കിലുമായി തീരാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രധാനമായും വേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇന്ന് ഈ വീഡിയോയിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന 5 റൂൾസ് നമുക്ക് കാണാം. റൂൾ നമ്പർ 5: ഇറ്റ്സ് നോട്ട് വാട്ട് യു സേ ബട്ട് ഹൗ യു സേ ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ എന്ത് പറയുന്നു എന്നതല്ല പ്രധാനം, പകരം നിങ്ങൾ എങ്ങനെയാണത് പറയുന്നത്, അപ്പോഴത്തെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് തുടങ്ങിയവയാണ് പ്രധാനം. സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികളെ തന്നെ നോക്കൂ. അവർ സംസാരിക്കുമ്പോൾ എപ്പോഴും ഓപ്പൺ ബോഡി ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. പഠനങ്ങൾ പറയുന്നത് എന്തെന്നാൽ കമ്മ്യൂണിക്കേഷനിൽ ബോഡി ലാംഗ്വേജിന്റെ പങ്ക് 70%-ഓളമാണ്. വെറും 30%-ആണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം. ഉദാഹരണത്തിന്, ഒരു ഇന്റർവ്യൂവിൽ നിങ്ങളോട് സ്വയം പരിചയപ്പെടുത്താൻ ആവശ്യപ്പെട്ടു എന്ന് കരുതുക. നിങ്ങളുടെ മനസ്സിൽ അതിനുള്ള കൃത്യമായ മറുപടി ഉണ്ട്. നിങ്ങൾ അതിന് ലോ ടോണിലാണ് മറുപടി നൽകിയത് എന്ന് കരുതുക. നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ഉത്തരമാണ് നൽകിയത്. എന്നിരുന്നാലും ഇന്റർവ്യൂവർ നിങ്ങൾ പറഞ്ഞ മറുപടിയിലായിരിക്കില്ല, പകരം നിങ്ങൾ ലോ ടോണിലാണ് സംസാരിച്ചത് എന്ന കാര്യമായിരിക്കും നോട്ട് ചെയ്യുക. അതിലൂടെ അവർ നിങ്ങളെ അൺകോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും കാണുക. അതുകൊണ്ട് സംസാരിക്കുന്ന രീതി വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. ഒരു ഉദാഹരണമായി ദേഷ്യത്തെ എടുക്കുക. നമ്മുടെ വാക്കുകളിലൂടെയല്ല, പകരം നമ്മുടെ മുഖഭാവത്തിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയുമാണ് ദേഷ്യം കൂടുതലും പ്രകടമാകുന്നത്. അതുകൊണ്ട് സംസാരിക്കുന്ന സമയത്തുള്ള ബോഡി ലാംഗ്വേജ്, പിന്നെ നിങ്ങൾ സംസാരിക്കുന്ന രീതി തുടങ്ങിയവ മികച്ചതാക്കാൻ ശ്രമിക്കുക. റൂൾ നമ്പർ 4: സ്മൈൽ. ഏതൊരു സന്ദർഭത്തെയും ലൈറ്റ് ആക്കാൻ സഹായിക്കുന്ന മികച്ചൊരു കാര്യമാണ് ചിരി. ഒരു ചിരിയിലൂടെ സ്ട്രെസ്ഫുള്ളായ പല സിറ്റുവേഷൻസും ലളിതമാക്കാൻ സാധിക്കും. വിഷമിക്കേണ്ടതും ദേഷ്യപ്പെടേണ്ടതുമായ സാഹചര്യങ്ങളിൽ ഒരു ചിരിയോടെ കാര്യങ്ങളെ നേരിടുന്ന ആളുകളെ പറ്റി മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഇംപ്രഷനായിരിക്കും ലഭിക്കുക. ചിരിക്കുന്നതിലൂടെ നമ്മുടെ മൂഡ് നന്നാവാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ആളുകളിലും നമ്മുടെ ചിരി മാറ്റങ്ങൾ വരുത്തുന്നത്. അതുകൊണ്ട് പുതിയ ആളുകളുമായി പരിചയപ്പെടുമ്പോൾ ഒരു ചിരിയോടുകൂടി അവരോട് സംസാരിക്കുക. ഇതിനും ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും അവരെ നോക്കി വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ആരെങ്കിലും ആദ്യമായി നേരിൽ കാണുമ്പോൾ മനസ്സുകൊണ്ട് ഒരു ചിരി അവർക്ക് സമ്മാനിക്കുക. മറ്റുള്ളവരുമായി ആത്മബന്ധമുണ്ടാക്കാൻ ഇത് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. റൂൾ നമ്പർ 3: ആദ്യം നിങ്ങളുടെ മുന്നിലുള്ള ആളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി സംസാരിക്കുക. ഈ ലോകത്ത് എല്ലാവരും സ്വയം നേട്ടങ്ങൾ കൊയ്യണമെന്ന് ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്ത്രപരമായ ആളുകൾ ആദ്യം മറ്റുള്ളവർക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രം സ്വന്തം നേട്ടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. ചിലരൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടായ നേട്ടത്തെപ്പറ്റി മാത്രം സംസാരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ നിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ അറിയുന്നതിലൂടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് എന്ത് ലഭിക്കാനാണ്? അതുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ പറഞ്ഞു നടക്കാതെ നിങ്ങളുടെ മുന്നിലുള്ള ആൾക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചാണക്യനിൽ നിന്നും ഈ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി പഠിക്കാവുന്നതാണ്. ചന്ദ്രഗുപ്ത മൗര്യനെ രാജാവാക്കുന്നതിനായി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുകയില്ല. പല രാജാക്കന്മാരുടെയും പിന്തുണ ആവശ്യമായി വരും എന്ന് മനസ്സിലാക്കിയ ചാണക്യൻ അന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ ദേശമായ മഗധയിലെ രാജാവായ ധനാനന്ദര ശത്രുക്കളുടെ അടുക്കലാണ് പോയത്. ഓരോ രാജാക്കന്മാരുടെ അടുക്കൽ ചെന്നതിന് ശേഷം ആദ്യം അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. റൂൾ നമ്പർ 2: ബി കൈൻഡ് ആൻഡ് സ്പീക്ക് പൊളൈറ്റ്ലി. ട്രീറ്റ് അതേഴ്സ് ആസ് യു വാണ്ട് ടു ബി ട്രീറ്റഡ് എന്ന ചൊല്ല് നിങ്ങൾ തീർച്ചയായും കേട്ടിട്ടുണ്ട്. അതായത് മറ്റുള്ളവർ നിങ്ങളോട് ഏത് തരത്തിൽ പെരുമാറണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ മറ്റുള്ളവരോട് പെരുമാറുക. ഇതിന് പിന്നിൽ സിമ്പിൾ ലോജിക്കാണുള്ളത്. എപ്പോഴും നിങ്ങളോട് ദേഷ്യപ്പെടുന്ന ഒരാളോട് നിങ്ങൾ തീർച്ചയായും സ്നേഹത്തോടെ പെരുമാറില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരോട് വളരെയധികം ബഹുമാനത്തോടെ പെരുമാറുക. മാന്യമായി പെരുമാറുന്ന ഒരു വ്യക്തിയോട് ആരും അപമര്യാദയായി പെരുമാറുകയില്ല. ഉദാഹരണമായി നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഒരിക്കലും ഒരു രാജാവ് തൻ്റെ പ്രധാനമന്ത്രിയെയും സേനാപതിയെയും കൊണ്ട് കാട്ടിൽ വേട്ടയ്ക്ക് പോയി. മാനിനെ അന്വേഷിച്ച് നടന്ന രാജാവ് ഒരുപാട് മുന്നിലേക്ക് പോവുകയുണ്ടായി. പ്രധാനമന്ത്രിയും സേനാപതിയും ഒരു സ്ഥലത്ത് രാജാവിനെയും കാത്തിരുന്നു. കുറേ നേരത്തിന് ശേഷവും അദ്ദേഹത്തെ കാണാതെ വന്നപ്പോൾ അവർ ഇരുവരും കൂടി രാജാവിനെ തേടി പോവുകയുണ്ടായി. അപ്പോൾ അവർ വഴിയിൽ ഒരു സന്യാസിയെ കണ്ടു. സേനാപതി ഇറങ്ങി അദ്ദേഹത്തോട്, വൃദ്ധ, താൻ തങ്ങളുടെ രാജാവിനെ കണ്ടു എന്ന് ദേഷ്യത്തിൽ ചോദിച്ചു. ഞാനൊരു അന്ധനാണ് എന്ന് ആ സന്യാസി മറുപടി നൽകുകയും ചെയ്തു. സേനാപതിയും ദേഷ്യത്തിൽ അവിടെ നിന്നും കടന്നുപോയി.
എന്നാൽ പ്രധാനമന്ത്രി വന്ന അദ്ദേഹത്തോട്, മുനിവര്യ, താങ്കൾ ഞങ്ങളുടെ രാജാവിനെ കണ്ടിരുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസി, ഞാനൊരു അന്ധനാണ്, എനിക്ക് കാണാൻ കഴിയില്ല. എന്നാൽ കുറച്ചു നേരം മുന്നേ ഞാൻ കുതിരയുടെ ശബ്ദം കേട്ടിരുന്നു എന്ന് മറുപടി നൽകി. പ്രധാനമന്ത്രി കുതിരകളുടെ ശബ്ദം ഏത് ദിശയിൽ നിന്നാണ് കേട്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ദിശ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് സൗമ്യവും മാന്യവുമായ രീതിയിൽ സംസാരിച്ചതുകൊണ്ട് രാജാവ് ഏത് ദിശയിലേക്കാണ് പോയതെന്ന് പ്രധാനമന്ത്രിക്ക് അറിയാൻ സാധിച്ചു. എന്നാൽ സേനാപതിക്ക് അതിനുള്ള മറുപടി കിട്ടിയതുമില്ല. ഈ കഥയിൽ നിന്നും ലഭിക്കുന്ന ഗുണപാഠം വലുതാണ്. ആളുകളോട് മാന്യമായി പെരുമാറുകയാണെങ്കിൽ അവരും നിങ്ങളെ ബഹുമാനിക്കുന്നതാണ്. പിൽക്കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ അവർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. റൂൾ നമ്പർ 1, ബിൽഡ് സ്ട്രോങ് ഐ കോൺടാക്ട്. ഇഫ് യു വാണ്ട് ടു കൺവിൻസ് എ മാൻ, ടോക്ക് ടു ഹിസ് ഐസ്. 18-ാം നൂറ്റാണ്ടിലെ ശക്തരായ ആളുകളിൽ ഒരാളായ നെപ്പോളിയന്റെ വാക്കുകളാണിത്. ബോഡി ലാംഗ്വേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ഐ കോൺടാക്ട്. ഐ കോൺടാക്ട് നിലനിർത്താത്ത യാതൊരുവിധ സംഭാഷണങ്ങളും എഫക്റ്റീവ് ആവില്ല. അത് നിങ്ങളുടെ ഉള്ളിലെ കോൺഫിഡൻസിന്റെ അളവുകോലാണ്. എലോൺ മസ്ക്, സ്റ്റീവ് ജോബ്സ്, ആർണോൾഡ് ഷ്വൻസ്ട്രൈഗർ തുടങ്ങിയ ആളുകൾ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവർ അവിടെയും ഇവിടെയുമല്ല, പകരം പ്രേക്ഷകരെ നോക്കിയാണ് സംസാരിക്കാറ്. കാരണം സംസാരിക്കുമ്പോൾ ആളുകളുടെ കണ്ണിൽ നോക്കി സംസാരിച്ചില്ലെങ്കിൽ ആളുകൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കില്ല എന്നതാണ്. ഈ ഒരു ചെറിയ കാര്യം പ്രാവർത്തികമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇതാണ് മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 5 പ്രധാനപ്പെട്ട റൂൾസ്.